മരങ്ങളും പൂക്കളും കിളികളും പുഴകളും. അതെ രാധേ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ. രാജു, നോക്ക്, ആരാത്? അത് നമ്മുടെ വിക്രമനും മുത്തുവുമല്ലേ? അവരെന്താ അവിടെ ചെയ്യുന്നത്? അവരെന്തോ കുതന്ത്രം മെനയുകയാണ്. വാരാതെ നമുക്ക് നോക്കാം. ഇന്ന് തന്നെ ഈ മരങ്ങളെല്ലാം മുറിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കണം. നല്ല പണം കിട്ടും. അതെ അതെ, ഉടനടി ഈ കാട്ടിലെ മരങ്ങളെല്ലാം മുറിച്ചു തീർത്ത് നമുക്ക് ഫാക്ടറികളുടെ പണി തുടങ്ങണം. രാധേ, കേട്ടോ? മരങ്ങൾ മുറിച്ച് കാട് നശിപ്പിക്കാനാ ഇവരുടെ പദ്ധതി. വാ രാജു, നമുക്കവരെ തടയാം. വിക്രമ, മുത്തു, മരങ്ങൾ മുറിച്ച് ഈ സുന്ദരമായ കാട് നിങ്ങൾ നശിപ്പിക്കരുത്. ഈ കാടാണ് നമ്മെ സംരക്ഷിക്കുന്നത്. വായുവും വെള്ളവും തണലും എല്ലാം ഇവ തന്നെയാണ്. നിങ്ങൾ പോയി കളിക്ക് പിള്ളേരെ, കളിക്കുന്ന പ്രായത്തിൽ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. മരങ്ങൾ മുറിക്കണോ വേണ്ടോ എന്നത് ഞങ്ങളുടെ കാര്യം. ഇവിടെ നിന്നിപ്പോൾ പോയില്ലെങ്കിൽ മരങ്ങൾ വെട്ടുന്ന പോലെ നിങ്ങളെ ഞങ്ങൾ വെട്ടും. അയ്യോ, ഓടിക്കോ! രാജു, നമ്മൾ ഇനി എന്തു ചെയ്യും? രാധേ, നമുക്ക് മായാവിയെ വിളിച്ചാലോ? വേഗം വിളിക്ക് രാജു. മായാവി വന്നാലേ നമുക്ക് ഈ കാടിനെ രക്ഷിക്കാൻ കഴിയൂ. ഓം ഹ്രീം മായാവി, ഓം ഹ്രീം മായാവി. തിളങ്ങി കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി. കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്കക്കുരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു. മഞ്ചാടിക്കാറ്റിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീമൻ ഭീകരൻ. ഓട്ടോ പൊട്ടും തോക്കിൽ വെന്തേ പാവം എന്താ പ്രാണികൾ. വന്നാലൊരാൾ മായാവിയായി ഡിക്കും ഡിക്കും പൂശിയെ വൻപേരാലിന്റെ കൊമ്പിലായി ഊഞ്ഞാലാക്കിയെ. ഈ ഭൂമി കുലുങ്ങി നടുങ്ങി കറങ്ങിടും ചുറ്റും ചിറകിൽ ഇരുട്ടിൽ വിളങ്ങും മിന്നാമിന്നികൾ ആവേശം ഇറങ്ങി.
തമ്പുരാനും കൊമ്പനാനും ഓടിത്തള്ളിയോ. ഹായ്, മായാവി വന്നേ. രാജു, രാധേ, എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട്? അതെ മായാവി, ഞങ്ങൾക്ക് മായാവിയെ കണ്ടപ്പോൾ എന്ത് സന്തോഷമായെന്നോ. എന്താ രാജു നിങ്ങൾ എന്നെ വിളിച്ചത്? എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ എന്നെ വിളിക്കില്ലല്ലോ. വിക്രമനും മുത്തുവും ഈ കാട് വെട്ടി നശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാ. നമുക്കത് എങ്ങനെയെങ്കിലും തടയണം മായാവി. ഈ മനോഹരമായ കാട് അങ്ങനെ ആരെയും വെട്ടി നശിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. കാടും മരങ്ങളും വെട്ടിമാറ്റാനും നശിപ്പിക്കാനുമുള്ളതല്ല. കാടും മരങ്ങളും പുഴകളുമെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ പ്രകൃതി നമ്മുടെ അമ്മയാണ്, നമ്മുടെ ജീവിതമാണ്. എങ്ങനെയെങ്കിലും നമുക്ക് വിക്രമനെയും മുത്തുവിനെയും തടയണം. വിഷമിക്കേണ്ട, നിങ്ങൾ വാ, നമുക്കൊരു വഴി ആലോചിക്കാം. എത്രയും വേഗം വിക്രമനെയും മുത്തുവിനെയും ഇവിടെ നിന്ന് ഓടിക്കണം. പേടിച്ചോടിയ ധൈര്യശാലികളായ ആ ജംബുവിനെയും കൂട്ടരെയും കൂടി ഇങ്ങ് വിളിച്ചോ. ജംബു, നീ നിന്റെ കൂട്ടുകാരെയും വിളിച്ച് വേഗം വാ. ചെയ്യരുത്. ഞങ്ങൾ ഈ കാടിന് നിങ്ങൾക്കും ഇനി ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. ഞങ്ങളെ പോകാൻ അനുവദിക്കണം. ഇനി നിങ്ങൾ ഈ കാട്ടിലേക്ക് വരാൻ പോലും പാടില്ല. രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ. കൂട്ടുകാരെ, ഒരു മരം വീഴുമ്പോൾ, ഒരു കാട് നശിക്കുമ്പോൾ ഭൂമിയുടെ ഹൃദയം നിശബ്ദമാകുന്നു. വെട്ടുന്ന കൈകളല്ല, സംരക്ഷിക്കുന്ന മനസ്സുകളായിരിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ആരുടെയോ ചുമതലയല്ല, അത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. പ്രകൃതി നമ്മെ ആശ്രയിക്കുന്നില്ല, നാം പ്രകൃതിയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ പ്രതിജ്ഞ ചെയ്യുന്നു: വെട്ടില്ല, വളർത്തും, നശിപ്പിക്കില്ല, സംരക്ഷിക്കും. പ്രകൃതിയാണ് നമ്മുടെ ജീവൻ.